വക്കം റൂറൽ ഹെൽത്ത് സെന്ററിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ പുതുതായി ഡോക്ടർ, ഫാർമസിസ്റ്റ്, സെക്യൂരിറ്റി എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരം നിയമിച്ചതിനാൽ ജനുവരി 22 മുതൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ OP പ്രവർത്തിക്കുന്നതിന് തീരുമാനമായി. OP പ്രവർത്തനോദ്ഘാടനവും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭവ പ്രതിവാര ആരോഗ്യമേളയുടെ ഉദ്ഘാടനവും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC നിർവഹിച്ചു. പക്ഷെ വന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെയേറെ ചർച്ചകളും കാര്യങ്ങളും നമുക്ക് നടത്തേണ്ടി വന്നു. നമ്മുടെ ഈ ആശുപത്രിയുടെ വന്ന പ്രശ്നങ്ങൾ നമ്മൾ DMOയുമായിട്ടും അതുപോലെ തന്നെ DMIയിലെ ആശ്രമവുമായിട്ട് അതുപോലെ തന്നെ മന്ത്രിയുടെ PAയുമായിട്ടൊക്കെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുകയും ഇവിടുത്തെ നിലവിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLAയെ ഈ വിഷയം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം ഒരു വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏവർക്കും അറിയുന്നത് നമ്മുടെ ഒരു ഒരു കുഞ്ഞനുജത്തിയെന്നേ നമുക്ക് പറയാൻ കഴിയൂ. വന്ദനാദാസിൻ്റെ കൊലപാതകം നടന്ന ശേഷം ആണ് നമുക്ക് ഈ ഒരു പ്രതിസന്ധി നമ്മുടെ ആശുപത്രിയെ ബാധിച്ചത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പ്രതിസന്ധിയെ നമുക്ക് മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം നമ്മുടെ ഓഫീസുകളിലൊക്കെ കയറി പോവുകയും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയും ചോദിക്കുകയും സംശയങ്ങൾ എല്ലാം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തെങ്കിലും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ഫിറോസ് ലാൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച സർജറി, ത്വക്കുരോഗം, ശ്വാസകോശ രോഗം, നേത്രരോഗം എന്നിവയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. യോഗത്തിൽ വക്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. ബിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫൈൻ മാർട്ടിൻ, വക്കം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി സുനിൽ, T. ഷാജു, വക്കം പ്രകാശ്, ബ്ലോക്ക് മെമ്പർ P. അജിത, ഗ്രാമപഞ്ചായത്ത് മെമ്പർ G. ജയ തുടങ്ങിയവർ സംസാരിച്ചു. AMO ഡോക്ടർ ദേവരാജ് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ മന്നൻ പിള്ള നന്ദിയും രേഖപ്പെടുത്തി. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.